ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്തു സുഖം, സകരാത്തിൽ മൗത്ത് എന്തു രസം. ഇവിടെ എന്തായിരിക്കും കവി ഉദ്ദേശിക്കുന്നത്? അതായത് ഭ്രാന്തായി നടക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചിട്ട് അവരെ വേറെ ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല. അതായത് അവരവരുടേതായിട്ടുള്ള അവരെന്ത് പണിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവന് ഭ്രാന്തല്ലേ എന്നുള്ള മൈൻഡിൽ വിടും. അവനെ ഒരു തരത്തിലും അവനെ നിർത്താനോ അവനെ ക്രൂശിക്കാനോ ഒന്നിനും ആരും ഉണ്ടാവില്ല. സോ അവന് സക്കറാത്തിന്റെ അതായത് ആ അവൻ ഇല്ലാതെ ആവുമ്പോ അവിടെ തുടങ്ങുകയാണല്ലോ സക്കറാത്തിൻ മൗത്ത് എന്തു രസം എന്നല്ലേ പറയുന്നത്. അതായത് ആ മരണപ്പെട്ടിട്ടുള്ള ആ ജീവിതത്തിനെ കുറിച്ചിട്ടാണ്. അതായത് അവൻ ഓൾറെഡി ഓൻ കലാസായി എന്നുള്ള മൈൻഡിൽ ബോധമല്ലല്ലോ. അപ്പൊ അവൻ പിന്നെ ആസ്വദിക്കുന്നത് ആ മൗത്തിന്റെ സുഖാണ്. അവന് അവന്റെ ഇലാഹ് അല്ലെങ്കിൽ ലൈല എന്ന് ഇതുകൊണ്ട് മോസ്റ്റ്ലി വിശേഷിപ്പിക്കുന്നത് അവന്റെ എന്താ പറയാ ഇലാഹിനെയാണല്ലോ. അതുമായിട്ടുള്ള ഇഴുകിച്ചേരലാണ് സംസാരിക്കുന്നത്. സോ ആ മൈൻഡിൽ ആളിങ്ങനെ പോവുകയാണ് ആ ഒരു സുഖത്തില് അതുമായിട്ട് ഇഴുകിച്ചേർന്നത്. അപ്പൊ പിന്നെ അവന് പുറത്തുള്ള മറ്റുള്ള ബാധ്യതകളൊന്നും അവനെ എന്താ ഒരു തരത്തിലും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ കെട്ടുപാടുകളോ നിയമങ്ങളോ ഒരു തരത്തിലും അവനെ തൊടുന്നില്ല. അതായത് അവൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അവന് എന്താ പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ബേർഡ് അല്ലേ. അങ്ങനെ ആവുന്ന ഒരവസ്ഥനെ കുറിച്ചിട്ടാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു മോഡിൽ ഇങ്ങനെ പോവും. പിന്നെ അല്ലെങ്കിൽ പല ഇപ്പോ നമ്മുടെ ഇച്ഛാമസ്ഥാന്റെ ഒക്കെ കാര്യം പറയാൻ അങ്ങനെയല്ലേ. ഇച്ഛാമസ്ഥാനെ ഒക്കെ അങ്ങനെ ഒരു അതായത് ആൾക്കാർ പുറമെന്ന് നോക്കുന്ന ആൾക്കാരിൽ രീതിയിൽ പറഞ്ഞിരുന്നത് മൂപ്പര് ഒരു ഇതുമില്ലാതെ നടക്കുക എന്നുള്ളതല്ലേ പറയാം.